ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എതിരാളിയുടെ കഴിവും മികവും നോക്കിയിട്ടല്ലേ പോയി ചൊറിയാൻ പാടുള്ളൂ. ഇസ്രായേലിന്റെ കഴിവും മികവും എങ്ങനെയാണ് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചടിയെന്നും കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു ഹമാസുകാർ പോയി ചൊറിഞ്ഞത്. എല്ലാ കാലത്തും ചൊറിഞ്ഞു വാങ്ങിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് ഇവർ മാറി. 45,000 പലസ്തീനികളെയാണ് ഒരു വർഷവും 2 മാസവും കൊണ്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ഈ സാഹചര്യത്തിൽ ഇനി ഹമാസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കീഴടങ്ങലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഹമാസ് തന്നെ മീഡിയേഷന് വരുന്ന രാജ്യങ്ങളോട് പറയുവാണ്. ഈജിപ്തും ഖത്തറും അമേരിക്കയുമൊക്കെ എങ്ങനെയെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിൽ അടിയും വഴക്കുമില്ലാതെ യോജിച്ചു പോകട്ടെ എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ആളുകളുടെ ജീവൻ അപഹരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ മീഡിയേഷൻ വന്നിരിക്കുന്നത്. കാരണം ഏതൊരു യുദ്ധവും ഒരുപാട് ആളുകളുടെ ജീവനുകളാണ് അപഹരിക്കപ്പെടുന്നത്. ഒരുപാട് നിസ്സഹായരായ സാധാരണക്കാർ കൊല ചെയ്യപ്പെടും. അവർക്ക് വീടും കൂടും കുടുംബവും മുറ്റുവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെടും. നേതാക്കന്മാരില്ല ഒന്നാമത് ഹമാസിന്. നേതൃസ്ഥാനത്ത് ആളുകളില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയുന്നില്ല. ആയുധശേഷിയില്ല, ആൾബലവുമില്ല. അപ്പോ ഒരു പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനയെ തകർക്കണമെങ്കിൽ ആദ്യം നേതാക്കന്മാരെ ഇല്ലാതാക്കണം, പിന്നീട് ഇവർക്ക് പണം വരുന്ന സ്രോതസ്സുകൾ ഇല്ലാതാക്കണം, ആയുധ ശേഖരങ്ങൾ ഇല്ലാതാക്കണം, അണികളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കണം. ഇതിൽ ഇസ്രായേൽ 100% വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആയുധവും ആൾബലവും നേതൃത്വവും സമ്പത്തും തകർന്നു പോയി ഹമാസിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനിയും ചെറുത്തു നിൽക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ ബന്ധികളെ വിട്ടുതരാം, ഇനിയും യുദ്ധത്തിനുമില്ല. ഹമാസ് കീഴടങ്ങാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇക്കാലം അത്രയും ഹമാസിന് പിന്തുണയും സഹായവും നൽകിയിരുന്ന ഹിസ്ബുള്ളയെ ഇസ്രായേൽ ഇതേ രൂപത്തിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കി അണികളെ മൂലക്കിരുത്തി. ഒരു വർഷത്തിനുള്ളിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളിൽ 80% പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലെന്നും ഒരു സമാധാന കരാറിനും ഞങ്ങൾ തയ്യാറല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഹമാസിന് മുന്നോട്ട് പോകാൻ ശേഷിയില്ല. ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് മുമ്പിൽ, ഇസ്രായേലിന്റെ കരുത്തിന് മുമ്പിൽ, ഇസ്രായേലിന്റെ യുദ്ധ മികവിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിന് സാധിക്കുന്നില്ല. ഹമാസിനെ സഹായിക്കുന്ന ഇറാന് നേരെയും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുമെന്ന ഭീതിയിൽ ഇറാൻ പിന്മാറിയതും ഹമാസിന്റെ തിരിച്ചടിയായി. ഹിസ്ബുള്ളയിനെയും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞതും ഹമാസിന്റെ ആത്മവീര്യം ചോർത്തിക്കളഞ്ഞു. ഗാസയിലെ ഉന്നത ഹമാസ് കമാൻഡർമാരിൽ ഒരാളായ അബ്ദുൽ അൽ ഹാദി സഹാബിനെ ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ വധിച്ചത്. അതും ഹമാസിന് വലിയ തിരിച്ചടിയായി. ഒരു വർഷത്തിനുള്ളിൽ ഹമാസിന്റെ 40 മുൻനിര നേതാക്കളെയാണ് ഇസ്രായേലിന്റെ കടുത്ത ഒളിയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പുതിയൊരു നേതൃനിരയെ വളർത്തിയെടുക്കാൻ സാധിക്കാത്ത വിധം ഹമാസിന്റെ ശക്തി ചോർന്നു പോയിരിക്കുന്നു. വിധവകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി മാത്രമാണ് ഗാസയിൽ ഇപ്പോൾ കേൾക്കുന്നത്. വീടും വെള്ളവും വെളിച്ചവും വഴിയും ഇല്ലാത്ത 1.5 ലക്ഷം പേരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിതം വഴിമുട്ടി കഴിയുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ് കൊല്ലപ്പെട്ട സഹാബ്. ചൊവ്വാഴ്ച തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ വെച്ച് ഇയാളെ കരുതിക്കുട്ടി വധിച്ചതാണ് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇവിടെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ നിന്നാണ് ഇയാൾ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് യൂണിറ്റ് കമാൻഡർ അനസ് മുഹമ്മദ് മസ്രിയെയും കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ വധിച്ചു. പുതുവത്സര ദിനത്തിൽ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലും ജബലിയ പട്ടണത്തിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ 1.25 വർഷത്തിനുള്ളിൽ ഗാസയിൽ ആകെ മരണം 45,550 കടന്നു. അതേസമയം അഗതി മന്ദിരങ്ങൾക്കും ആശുപത്രികൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പലസ്തീൻകാരുടെ ആരോഗ്യ സംവിധാനം തന്നെ പാടെ തകർത്തതായി UN റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണം രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും UN ആരോപിക്കുന്നു. 2023 ഒക്ടോബറിലും 2024 ജൂണിനും ഇടയിൽ
ഗാസയിലെ 20 ആശുപത്രികൾക്ക് നേരെയും നടന്ന ആക്രമണങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്തതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു. പോരാളികളെ ഇസ്രായേൽ പരിഹസിച്ചുകൊണ്ട് വിളിച്ചതാണ്. 2023 ഒക്ടോബർ 7 രാത്രി ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി. 1200 മുതൽ 1400 പേരെ വരെ കൊലപ്പെടുത്തി. 250 പേരെ തട്ടിക്കൊണ്ടുപോയി. ഇതോടുകൂടിയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഭീകരമായ യുദ്ധം ആരംഭിച്ചത്. രാത്രി 1 മണിയോടെ ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള ശക്തമായ തിരിച്ചടി പിറ്റേന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഇസ്രായേൽ ആരംഭിച്ചു. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം 1000-ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 100 ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ട്. ബന്ദികളിൽ കുറഞ്ഞത് 1/3 മരിച്ചതായി കരുതപ്പെടുന്നു. ഹമാസിന്റെ ഒളിത്താവളങ്ങളിലും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലുമാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കുന്നു. ശേഷിക്കുന്ന ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കുകയും ഇസ്രായേലിന് നേരെ വെടിയുതിർക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഹമാസിൽ നിന്ന് ഒരാളും അവശേഷിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇതിനോടകം പലസ്തീനിൽ കൊല്ലപ്പെട്ടവരിൽ പകുതിയിലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്ന് പറയുന്നെങ്കിലും കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ ഹമാസ് നേതാക്കളാണ് മുഴുവനും എന്ന് ഹമാസ് തന്നെ അഭിപ്രായപ്പെടുന്നു. തങ്ങളുടെ പോരാളികൾ തിങ്ങിപ്പറക്കുന്ന പാർപ്പിട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഹമാസിനെ സിവിലിയൻ മരണങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നത് തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. ഇസ്രായേൽ സൈന്യം പറയുന്നു 17,000 തീവ്രവാദികളെ വധിച്ചു. സൈന്യം തെളിവുകൾ നിരത്തി തന്നെയാണ് സംസാരിക്കുന്നത്. ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ 1 വർഷത്തിലേറെയായി പല സിറ്റിംഗുകൾ നടക്കുന്നുണ്ട്. പോരാട്ടത്തിനും കൊലകൾക്കും യാതൊരു കുറവുമില്ല. ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കരാറിന് ഹമാസ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ ശക്തമാക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ബന്ദികളെ മോചിപ്പിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ഗാസയിലെ തീവ്രവാദി ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേലി സൈന്യത്തിന്റെ ശ്രമങ്ങൾ ശക്തമായ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം സിറിയയിൽ അർദ്ധരാത്രി നടത്തിയ അതിസാഹസികമായ രഹസ്യ ഓപ്പറേഷന്റെ വിവരമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വ്യോമസേന സിറിയയിലെ ഇറാൻ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം 120 ഇസ്രായേലി കമാൻഡോകൾ തകർത്തതിന്റെ വിശദാംശങ്ങളാണ് പരസ്യമാക്കുന്നത്. 2024 സെപ്റ്റംബർ 8 ഓപ്പറേഷൻ മെനി വെയ്സ് എന്ന് പേരിട്ട ദൗത്യം പടിഞ്ഞാറൻ സിറിയയിലെ മാസിയഫ് പ്രദേശത്ത് നിന്ന് അതിന് സമീപമുള്ള ഡീപ് ലെയർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രമാണ് തകർത്തത്. സിറിയൻ വ്യോമസേനയുടെ ശക്തി കേന്ദ്രമായി കരുതപ്പെടുന്ന മേഖലയാണ് ഇസ്രായേൽ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയത്. സിറിയയിൽ അസദ് ഭരണകൂടത്തിനും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും മിസൈലുകൾ വിതരണം ചെയ്യാനുള്ള ഇറാന്റെ മിസൈൽ നിർമ്മാണ പദ്ധതിയാണ് ഈ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയിരുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു. ഒരു ഇസ്രായേലി സൈനികന് പോലും പോറലേൽക്കാതെയായിരുന്നു നടത്തിയത്. ഒരേ സമയത്ത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി പാഠം പഠിപ്പിച്ചു. യമനിലെ ഹൂതികളെ പാഠം പഠിപ്പിച്ച് മൂലക്കിരുത്തി. സിറിയൻ സൈന്യത്തെയും ഐസിസിനെയും പരാജയപ്പെടുത്തി മൂലക്കാക്കി. ഹമാസിനെ സർവോപരി തകർത്ത് തരിപ്പണമാക്കി. ഇറാന്റെ പ്രമുഖരായ നേതാക്കളെ ഇറാന്റെ അകത്ത് കയറി തന്നെ ഇല്ലാതാക്കി പാഠം പഠിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ഹമാസിന് ഇനിയും ഇതൊക്കെ കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഹമാസിനെ സഹായിക്കാനുള്ള എല്ലാവരും ഇസ്രായേലിനെ പേടിച്ചു ഭയന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. നന്ദി.